എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്, മറക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആണ്. ഇത്രയും പ്രതീക്ഷയില്ല, നല്ല രസമുണ്ടായിരുന്നു. സ്പോർട്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മളുള്ളത് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സാലൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ 9 മണിക്കാണ് സമയം. അപ്പോൾ 8:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. നമ്മൾ 8:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. കാരണങ്ങളുണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ സിറ്റോമയാണ് വന്നേക്കുന്നത്. 4 പേർക്ക് വന്ന് യാത്ര ചെയ്ത് പോകാനുള്ള സാമ്പത്തിക സ്ഥിതികൾ വളരെ പ്രശ്നങ്ങളാണ്. അതെന്താണെന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ പറയുന്ന പൈസയ്ക്ക് ഈ യാത്ര ലാഭകരമാണോ എന്നുള്ളതെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ടാകും. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. അപ്പോൾ ഈ മാസം 8-ാം തീയതി ഗണേഷ് കുമാർ സാറ് ഉദ്ഘാടനം ചെയ്ത വണ്ടിയാണിത്. നമുക്ക് അതിനുശേഷം നമുക്ക് കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് 18-ാം തീയതിയാണ് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയത്. ആ 18-ാം തീയതി നമ്മൾ മുതലും നോക്കിയിട്ട് 10 ദിവസം ക്യാപ്പ് 28-ാം തീയതിയാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. എന്നാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് കിട്ടിയാലേ നമ്മൾ വീഡിയോ പിടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ 13, 14, 15, 16 അങ്ങനെ 4 സീറ്റ് മേലത്തെ ഡെക്കിൽ 4 സീറ്റേ നമുക്കുള്ളൂ. ആ 4 സീറ്റ് നമുക്ക് കിട്ടുന്നത് ഈ 28-ാം തീയതിയാണ്. അപ്പോൾ 4 സീറ്റ് വേണ്ട, നമുക്ക് 2 സീറ്റ് മതി. 4 സീറ്റ് എടുക്കാത്തതിന് കാരണം ഈ 400 രൂപയൊക്കെ കൊടുത്ത് ഒരു ഫാമിലി വരാമെന്ന് പറഞ്ഞാൽ 1600, പിന്നെ അതിൻ്റെ ടാക്സിലൊക്കെ ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ 2 സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് 831 രൂപ നമുക്ക് മുടക്കായി. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ 831 രൂപ നമുക്ക് 2 സീറ്റിന് മുടക്കാവും. ഇവിടെ വന്ന് ചെയ്യുവാണെങ്കിൽ 400 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും, പക്ഷേ ഫ്രണ്ട് സീറ്റ് നമുക്ക് കിട്ടില്ല. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ആനയിറങ്ങൽ ഡാമിലേക്കാണ് ഇതിൻ്റെ ബസ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇത് 30 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഞാനിവിടെ നിന്ന് അടിച്ചു നോക്കുമ്പോൾ 27 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. ഈ 27 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ഓടാൻ വേണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ മേടിക്കുന്നത്. 200 രൂപ താഴെ, മേലിൽ 400 രൂപ. അത് ഓൺലൈനാവും, പൈസ കൂടുകയും ചെയ്യും. അപ്പോൾ സാധാരണ ആളുകൾക്ക്, നമ്മുടെ ഇവിടെയുള്ള പ്രദേശത്ത് താമസിക്കുന്ന തോട്ടം തൊഴിലാളികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് 400 രൂപ താഴേക്ക് അവർക്ക് വരുമാനം തന്നെ ഉള്ളൂ. അപ്പോൾ ദയവ് ഇത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ജസ്റ്റ് കാണുകയാണെങ്കിൽ നമുക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ പൈസ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നമ്മുടെ നാട്ടുകാർക്ക് യാതൊരു പൈസ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പാവപ്പെട്ട ജനങ്ങൾക്ക്, ഈ നാട്ടുകാർക്ക് ഈ 400 രൂപ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ഫാമിലി ആയിട്ട് വരണമെന്ന് വിചാരിച്ചത് 2 പേരിലേക്ക് ചുരുക്കാൻ കാരണം ഈ പൈസ കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ നമുക്ക് ഈ നിശ്ചയിച്ചേക്കുന്ന ഈ ടിക്കറ്റ് നിരക്ക് ഒന്ന് ശകലം കുറയ്ക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. താഴത്തെ നിലയിൽ 12 സീറ്റും മേളിൽ 38 സീറ്റുകളുള്ളത്. അങ്ങനെ ആകെ മൊത്തം 50 സീറ്റാണ് ഈ ബസ്സിലുള്ളത്. ആഗ്രഹമായിരുന്നു ഈ ബസ്സിലൊന്ന് കയറണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ആഗ്രഹം സാധിച്ചു. നമ്മുടെ സീറ്റിനകത്തേക്ക് നമ്മൾ പോവാണ്. 15, 16 ഇതാണ് നമ്മുടെ സീറ്റ് നമ്പർ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പൊളിക്കും. അപ്പം 400 രൂപയ്ക്ക് നമുക്ക് റോയൽ എന്നൊക്കെ പറയുന്ന അത്ര വലിയ സംഭവം ഒന്നും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ വണ്ടിക്ക് AC ഒന്നുമില്ല. സാധാ ഒരു ബസ് അതിൻ്റെ 2 നിലയായിട്ട് നിൽക്കുന്നു എന്നല്ലാതെ റോയൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഒന്നും എനിക്ക് കാണുന്നില്ല. അപ്പോൾ AC ഒന്നും ഇല്ല കേട്ടോ, വണ്ടിക്ക് AC ഒന്നും ഇല്ല, ഗ്ലാസ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ടിക്കറ്റ് പരിശോധന കഴിഞ്ഞ് നമ്മുടെ വണ്ടി പുറപ്പെടുകയാണ്. ഒരാനപ്പുറത്തിരിക്കുന്ന പ്രതീതിയായിരുന്നു കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മൾ ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ.
മൂന്നാർ ടൗണും മനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ പാലത്തിലോട്ട് കയറിയപ്പോൾ മരങ്ങൾ നമുക്കൊരു ശല്യമായി മാറി. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലോട്ട് നീക്കിയാണ് വണ്ടി പോയത്. ഈ കാണുന്നതാണ് മൂന്നാറിലെ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ഗാർഡനിലെ മുകളിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സമയം ജക്രാന്ത പൂക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാർ ടൗണിലും ജക്രാന്ത പൂക്കൾ കണ്ടു. അതാണ്ട് ഇവിടെ ഇപ്പോൾ ജക്രാന്ത പൂക്കൾ കണ്ടു. അങ്ങനെ നമ്മുടെ യാത്രയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആട്ടോ. ഈ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയായിരിക്കും, കാരണം വളരെ ഫേമസ് ആയ ഒരു വ്യൂ പോയിന്റ് ആണ്. കലണ്ടറിലും റീൽസിലൊക്കെ കാണുന്ന ഈ വ്യൂ പോയിന്റിലേക്കാണ് ഈ ബസ് നമ്മളെ ആദ്യം കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബസ് ഇവിടെ നിർത്തി 10 മിനിറ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം തരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് 10 മിനിറ്റത്തേക്ക് എല്ലാവരെയും പുറത്തിറക്കി വിട്ടു. ഇന്നത്തെ നമ്മുടെ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. രാജീവും ഷിച്ചു രണ്ടുപേരും ആനച്ചാലുകാരാണ്. അപ്പോൾ രണ്ടുപേരെ നമുക്ക് നല്ല പരിചയമുണ്ട്. 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറുണ്ട്, പിന്നെ 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ എത്ര വർഷം പഴക്കമുണ്ട്? 12 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയിട്ടാണ് ഇവർ ഈ ഓടിക്കുന്നത് എന്ന് പറയുന്നത്. ഇന്നത്തെ യാത്രയിൽ ശരം ആൾ കുറവാണ് അല്ലേ? താഴെ ശരം ആൾ കുറവാണ്. മേളിൽ ആളുണ്ട്, മേളിൽ ഫുള്ളാണ്, താഴെ ആൾ കുറവാണ്. അപ്പോൾ എല്ലാവരും ആ വ്യൂ പോയിന്റ് ഒക്കെ ആസ്വദിച്ച് പതുക്കെ ദേവികുളത്തേക്ക് നീങ്ങുക കേട്ടോ. ദേവികുളത്ത് കൂടുതലായും ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഞ്ചായത്ത്, റവന്യൂ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കും. ദേവികുളത്ത് നിന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിലെ ടോൾ പ്ലാസയിൽ എത്തിച്ചേരാം. ഇതാണ് ഇടുക്കി ജില്ലയിലെ ഒരേ ഒരു ടോൾ പ്ലാസ. ഇതും കണ്ടോണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഗ്യാപ്പ് റോഡിലെ ഏറ്റവും അടിപൊളി ഒരു ഫോട്ടോ വ്യൂ പോയിന്റിലേക്കാട്ടോ. പക്ഷെ ഒരു സങ്കടം, അവിടെ വണ്ടി നിർത്തത്തേ ഇല്ല കേട്ടോ. കുറച്ചുകൂടെ നീക്കിയാണ് നമ്മുടെ വണ്ടി നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു സമയം കറക്റ്റ് ആക്കാൻ വേണ്ടി ആയിരിക്കും മിക്കവാറും ബസ് അവിടെ നിർത്താത്തത്. ഫോട്ടോ എത്ര എടുത്താലും മതിയാവില്ലാത്ത ആളുകളല്ലേ നമ്മൾ. ഡബിൾ ഡെക്കർ ബസ് കാണുമ്പോൾ എല്ലാവർക്കും മൊത്തത്തിലൊരു ആവേശം ഇച്ചിരി കൂടുതലാട്ടോ. ആ കൂടെ വിദേശികളെ നമ്മൾ കണ്ടു. അവര് നമുക്ക് ഹായ് ഒക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ലാക്കാട് എന്ന് പറയുന്ന വ്യൂ പോയിന്റിലാണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്കകത്ത് കൂടുതലായിട്ടും ബ്ലോഗേഴ്സും സംഭവമൊക്കെയാണ് ഉള്ളത് കേട്ടോ. മനോരമക്കാർ 2 പേരുണ്ട്, ചാനലുകാരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് സഞ്ചരിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ വളരെ കുറവാണ്. ഇതാണ് ഗ്യാപ്പ് റോഡ്. മഴക്കാലങ്ങളിൽ വളരെ അപകട സാധ്യത കൂടുതലുള്ള ഒരു ഏരിയ കേട്ടോ. ഈ ഗ്യാപ്പ് റോഡിന്റെ താഴ്വശം ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാടും ഭാഗങ്ങളുമാട്ടോ. പോകുന്ന ഗ്യാപ്പ് റോഡിലെ മലയിൽ കള്ളൻ അല്ലെങ്കിൽ റോക്ക് കേവ് എന്നറിയപ്പെടുന്ന ഒരു ഗുഹയിലേക്കാട്ടോ. കുറച്ച് നാൾ മുമ്പ് നമ്മളിവിടെ പോയപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോലും പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ബാഡ് സ്മെല്ലും വേസ്റ്റസും കണ്ട് ആ ഗുഹ നിറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം ക്ലീനായി, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ കേവിന് തൊട്ടടുത്തായിട്ട് ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് വേണ്ടവർക്ക് ഫുഡ് കഴിക്കാം,
കരിക്ക് വേണ്ടവർക്ക് കരിക്കൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ. KSRTCയുടെ ഈ റോയൽ വ്യൂ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ട് രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 4 മണിക്കുമാണ് 3 സമയത്തായിട്ടാണ് ഈ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ വരികയാണെങ്കിൽ കുറച്ച് വെയിൽ കുറവായിരിക്കും, ഉച്ചയ്ക്കത്തേന് കുറച്ച് വെയിൽ കൂടുതലായിരിക്കും, വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കും ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് കുറച്ച് മൂടലും സംഭവമൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നിങ്ങൾ വന്ന് ഇത് എൻജോയ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് വീണ്ടും വണ്ടിയിൽ കയറിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒടുക്കത്തെ വെയിലാട്ടോ. അതുകൊണ്ട് തന്നെ 400 രൂപ മുടക്കി മേളിലിരുന്ന ആളുകൾ 200 രൂപയുടെ താഴത്തെ സീറ്റിലേക്ക് പതുക്കെ നീങ്ങുന്നത് നമ്മൾ കണ്ടു കേട്ടോ. അത് ഈ ബസ്സിന്റെ ഒരു പോരായ്മയാണ്. അങ്ങനെ നമ്മൾ പെരിയകനാൽ വാട്ടർഫാൾസിന്റെ മുമ്പിൽ കൂടി യാത്ര ചെയ്യാം കേട്ടോ. കനത്ത വെയിലായതുകൊണ്ട് തന്നെ ആ വെള്ളച്ചാട്ടം നമുക്ക് ഇപ്പോൾ കാണാനേ പറ്റത്തില്ല കേട്ടോ. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാട്ടോ. കാഴ്ചകൾ ഒന്നും മോശമല്ല, വളരെ മനോഹരമാണ്. പക്ഷെ ഈ സ്ഥലം അടിപൊളിയാട്ടോ. ആനയിറങ്ങൽ ഡാമിന്റെ ഏറ്റവും ദൂര കാഴ്ചകളാട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സഞ്ചാരിയുടെയും മനം മയക്കുന്ന കാഴ്ചകളാട്ടോ ഇത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെരിയകനാലിലൂടെയാണ്. ഇതാണ് പെരിയകനാൽ ടീ ഫാക്ടറി. ഇതിന് താഴെ ഒരു ഔട്ട്ലെറ്റും ഉണ്ട്. ഈ യാത്രയിലെ മറ്റൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഓറഞ്ച് സ്പോട്ട് എന്ന് പറയുന്നത്. അതായത് തേയിലയിൽ ഇടവിളയായി കൃഷി ചെയ്തിരുന്ന ഓറഞ്ച് പാകമായി കഴിയുമ്പോൾ പറിച്ച് ഗസ്റ്റിന് കൊടുക്കുന്ന ഒരു സംഭവം കൂടെ ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓറഞ്ച് ഇല്ലാത്തത് കൊണ്ട് ആ സംഭവം നമുക്ക് മിസ്സായിട്ടോ. പ്രദേശം നമുക്ക് കാണാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് വളരെ ഫേമസ് ആകാൻ കാരണമായ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ അരിക്കൊമ്പൻ്റെ മലയായിരുന്നു അത്. ഇവിടുന്നാണ് അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയതൊക്കെ. അരിക്കൊമ്പനും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ ജലാശയത്തിൽ വന്നവർ നീന്തി കുളിക്കുമായിരുന്നു, ഇവിടെ വന്ന് വെള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്പോട്ടായിരുന്നു ഇത്. അരിക്കൊമ്പൻ മാത്രമല്ല കേട്ടോ, ചക്കക്കൊമ്പനും അതുപോലെ മുറിവാലനും ഒക്കെ വിലച്ച് നടന്ന സ്ഥലമായിരുന്നു ഇത്.
അവസാനം ഇത് ആനകൾ ഡാം വ്യൂ പോയിന്റ്. ഓക്കെ. അങ്ങനെ 9 മണിക്ക് തുടങ്ങിയ യാത്ര 11 മണിയോട് കൂടി നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ ഇവിടുന്ന് വണ്ടി തിരിച്ച് പോവാണ് കേട്ടോ. ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.